360 മണിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നികത്താമെന്ന് കരുതി അതിനോടൊപ്പം തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള സ്ലൈസ് കാർഡിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ലോങ് വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഷോർട്ട് വീഡിയോ ആയിട്ട് പലതവണ നമ്മൾ ഈ ഒരു സ്ലൈസിൻ്റെ അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സ്ലൈസ് ഇനി മുതൽ ഒരു സ്ലൈസ് ബാങ്ക് ആയി കഴിഞ്ഞു. സ്ലൈസ് എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു സ്ലൈസ് കാർഡ് എടുത്താൽ മതിയായിരുന്നു. വളരെ എളുപ്പത്തിൽ അപ്രൂവ് ആവുന്ന ഒരു ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞവർക്കും ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ നൽകുന്ന ഒരു കാർഡായിരുന്നു സ്ലൈസ് കാർഡ്. മാത്രമല്ല ഇന്ത്യയിലെ പല NBFCകളോടും ചേർന്നിട്ടാണ് സ്ലൈസ് കാർഡ് നടപ്പിലായി വന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് RBIൻ്റെ കുറച്ച് അപ്ഡേറ്റ്സുകൾ കാരണം NBFCകൾക്ക് കാർഡുകൾ കൊടുക്കുന്നതിൽ, ക്രെഡിറ്റ് ലൈൻ കാർഡുകൾ കൊടുക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ സ്ലൈസിന് പറ്റിയെന്ന് വെച്ചാൽ സ്ലൈസിൻ്റെ കാർഡ് പ്രവർത്തനരഹിതമായി മാറുകയും സ്ലൈസിന് പിന്നീട് ക്രെഡിറ്റ് ലൈൻ അല്ലെങ്കിൽ ക്രെഡിറ്റ് സർവീസസ് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഈ ഒരു സംഭവം മാറ്റിമറിച്ചുകൊണ്ട് സ്ലൈസ് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ വന്നിരിക്കുകയാണ്. അതായത് പൂർണ്ണമായിട്ടും കാർഡ് ബിസിനസ് ക്ലോസ് ആയിട്ടും സ്ലൈസ് UPI ആപ്ലിക്കേഷനായിട്ട് അവിടെ തന്നെ നിലകൊണ്ടു. സ്ലൈസിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് UPI പേയ്മെൻറ്റ്സ് നടത്താനായിട്ടുള്ള ഒരു സംവിധാനം അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ സ്ലൈസിൻ്റെ നിങ്ങൾ എടുത്തിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം, അതെല്ലാം ഡീആക്ടിവേറ്റ് ആയി പോയി കഴിഞ്ഞു. അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാനും സാധിച്ചില്ല. അതായത് ക്രെഡിറ്റ് സർവീസസ് നടത്താനായിട്ട് പിന്നീട് സ്ലൈസിന് അനുമതി ഉണ്ടായില്ല. സ്ലൈസിൻ്റെ ബോറോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് സ്ലൈസിൻ്റെ ഒരു ക്രെഡിറ്റ് സർവീസസ് കിട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു കാർഡ് ക്രെഡിറ്റ് സർവീസസ് കൊടുക്കാനായിട്ട് സ്ലൈസിന് പറ്റിയിരുന്നില്ല. പക്ഷേ സ്ലൈസ് കാർഡ് ക്രെഡിറ്റ് സർവീസസ് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ ഉപയോഗമുള്ളൊരു അക്കൗണ്ട് തന്നെയായിരുന്നു. മാത്രമല്ല സ്ലൈസിൻ്റെ സ്പാർക്ക് എന്ന് പറയുന്ന ഓഫറുകൾ വഴി നമ്മൾ ഓഫർ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ 30 രൂപ 40 രൂപ അങ്ങനെ ഏകദേശം 500 രൂപ 1000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് അറ്റ് ദ ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സ്ലൈസിൽ ഓരോ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും റിവാർഡ് പോയിൻറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ആ റിവാർഡ് പോയിൻറ്റ്സിനെ നമുക്ക് റെഡീം ചെയ്ത് ഡയറക്റ്റ് ക്യാഷാക്കി മാറ്റാനും കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേറെ ഒരു ആനുകൂല്യങ്ങൾ നമുക്ക് ക്രെഡിറ്റ് ലൈനിൽ കൂടെ നൽകിക്കൊണ്ടിരുന്ന ഒരു കാർഡായിരുന്നു സ്ലൈസ് കാർഡ്. പക്ഷേ സ്ലൈസ് കാർഡിനെ RBI നിയന്ത്രണങ്ങൾ കാരണം ഈ ഒരു ക്രെഡിറ്റ് ലൈൻ സർവീസുകൾ പൂർണ്ണമായിട്ടും നിർത്തേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇപ്പോൾ സ്ലൈസ് കാർഡിൻ്റെ ഏറ്റവും ഒരു പുതിയ അപ്ഡേറ്റാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്വിക്കായിട്ട് പറയാനായിട്ട് പോകുന്നത്. അധികം വലിച്ചു നീട്ടാതെ നിങ്ങളെ ബോറടിപ്പിക്കാതെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് സ്ലൈസിനെ ഏറ്റെടുത്ത കാര്യമാണ്. സ്ലൈസ് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് തന്നെ ക്രെഡിറ്റ് ലൈൻ സർവീസുകൾ നിർത്തി UPI സർവീസുകൾ മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തുടർന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ബാങ്കിങ് കമ്പനിയുമായിട്ട് ഒരു ടൈപ്പ് അല്ലെങ്കിൽ മെർജർ നടത്തുന്നതിൻ്റെ ടോക്സ് ഉണ്ടായി. ഈ കഴിഞ്ഞ ഡിസംബറോട് കൂടി സ്ലൈസ് നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ലൈസിൻ്റെ ബാങ്ക് ആപ്പിൻ്റെ വാക്ക് ത്രൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിനെ കുറിച്ചും ഇവർ കൂടുതലായിട്ട് നൽകുന്ന സംവിധാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പകരം സ്ലൈസിൻ്റെ ആപ്പ് എന്ന് പറയുന്നത് ഇനി മുതലൊരു UPI ഫസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ബാങ്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇൻവൈറ്റ് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ കോഡ് @അർജുൻ സുദാസ് ഉപയോഗിക്കാം. ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ആ ഒരു കോഡ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് നിങ്ങൾ സ്ലൈസ് ആപ്ലിക്കേഷൻ വഴി സൈനപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻവൈറ്റ് ലഭിക്കുന്നതായിരിക്കും. സ്ലൈസ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻവൈറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വളരെ കൂടിയ 6.5% പലിശയാണ് അവർ1 വർഷത്തേക്ക് നൽകുന്നത്. കൂടാതെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലൈസ് എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള യൂസേഴ്സിനെ വളരെയധികം മോഹിപ്പിക്കുന്ന തരത്തിലുള്ള പല സംവിധാനങ്ങളും എപ്പോഴും കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ആദ്യം ക്രെഡിറ്റ് ലൈൻ സർവീസ് കൊണ്ടുവന്നപ്പോഴും സ്ലൈസ് വളരെ ഹിറ്റായിട്ട് മാറിയത്. അപ്പോൾ സ്ലൈസ് കൊണ്ടുവന്ന ഒരു പുതിയൊരു സംവിധാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഡെയിലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് സ്ലൈസിൻ്റെ ബോറോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇപ്പോഴും അവൈലബിൾ ആണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെഡിറ്റ് സ്കോർ ഉപയോഗിച്ച് കൊണ്ട് കടമെടുക്കാനൊക്കെ സാധിക്കും. പക്ഷേ കൂടുതലായിട്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആൾക്കാർക്ക് ഇൻവൈറ്റ് കൊടുക്കുമ്പോഴും നിങ്ങൾ ആൾക്കാർക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഫയേഴ്സ് എന്ന് പറയുന്ന ഒരു റിവാർഡാണ് സ്ലൈസ് നൽകുന്നത്. ഓരോ തവണ ഫയേഴ്സ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് ഗെയിം കളിച്ചതിന് ശേഷം അതൊരു
ഗ്യാരണ്ടീഡ് ക്യാഷ് ബാക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും ആപ്പിൻ്റെ വാക്ക് ത്രൂവിലും നമ്മളിതിന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ വരുന്ന മറ്റ് സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സ്കോർ, ഓട്ടോ പേ, സ്പെൻഡ് അനലിറ്റിക്സ് എന്നിവയാണ്. ഇതിൽ നോർത്ത് ഈസ്റ്റ് ഫിനാൻസ് ബാങ്കിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ സ്ലൈസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ സ്ലൈസ് അക്കൗണ്ട് വഴി നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 9% ഫിക്സഡ് ഡെപ്പോസിറ്റിന് പലിശ നിങ്ങൾക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിങ്ങൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6.5% RBI റിപ്പോ റേറ്റ് അനുസരിച്ചിട്ടുള്ള പലിശയും നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ നിങ്ങളിതുവരെയും സ്ലൈസ് ആപ്ലിക്കേഷൻ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ ചുവടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് സ്ലൈസ് ഡൗൺലോഡ് ചെയ്യുക. ഞങ്ങളുടെ ഇൻവൈറ്റ് കോഡ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ സ്ലൈസ് ആപ്ലിക്കേഷനിൽ നിന്ന് ക്യാഷ് ബാക്ക് ആദ്യത്തെ ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ബാങ്കിൻ്റെ ഇൻവൈറ്റ് നിങ്ങൾക്ക് അല്പം താമസിയാതെ തന്നെ നിങ്ങൾ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് ബർത്തിനെസ് മാത്രമല്ല സ്ലൈസ് ട്രസ്റ്റ് ബിൽ ചെയ്തിരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഉടൻ തന്നെ ബാങ്കിങ് ഇൻവൈറ്റും ലഭിക്കുന്നതായിരിക്കും. ബാങ്കിങ് ഇൻവൈറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഡെയിലി നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ആപ്പിൻ്റെ വാക്ക് ത്രൂ ഞങ്ങളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ഫൈനാൻഷ്യൽ ടൈം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.